തകർത്തടിക്കൽ അതിൻ്റെ പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുവശത്തും കനത്ത ആക്രമണമാണ് നടക്കുന്നത്. ടെല്ലവീവിലും അതുപോലെ തന്നെ ഹൈഫ സിറ്റിയിലുമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നും അവിടെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാൻ്റെ താക്കീത്. ചൈനീസ് എംബസി അപായ സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരു നഗരങ്ങളിലെ ജനങ്ങളും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട്. ഇത്രയും നാൾ തങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇനി പ്രത്യാക്രമണത്തിൻ്റെ നാളുകളാണെന്നുമാണ് പുതിയ സൈനിക മേധാവിയുടെ വാക്കുകൾ. ഇതിനിടയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥരും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും മൊബൈൽ ഫോണുകൾ വെച്ച് ട്രേസ് ചെയ്യപ്പെടുന്ന സംവിധാനമുണ്ടോ എന്ന് ഇറാൻ സംശയിക്കുന്നതായും പുതിയ വാർത്തകൾ പുറത്തു വന്നു. വളരെ പ്രയാസപ്പെട്ട് ജീവന് ഭീതിയോടെ ഓടുന്ന ജനങ്ങളാണ് പലയിടങ്ങളിലും കാണുന്നത്. നിരപരാധികളായ മനുഷ്യരുടെ തേങ്ങലുകളാണ് ഉയർന്നു കേൾക്കുന്നത്. യുദ്ധം ജയപരാജയങ്ങൾക്കപ്പുറത്ത് മനുഷ്യരാശിയുടെ തോൽവിയുടെ അടയാളമാണ്. താഡ് എന്ന് പറയുന്ന ലോകത്താദ്യമായി സ്ഥാപിക്കപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുന്ന രാജ്യമായി ഇറാൻ മാറിയെന്ന് പ്രധാനപ്പെട്ട വാർത്താമാധ്യമങ്ങൾ അടക്കമുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നു. ആ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഇത്രയും കനത്ത ആക്രമണം അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് എവിടെയാണുള്ളതെന്ന് തങ്ങൾക്ക് നന്നായി അറിയാമെന്നും തങ്ങൾ ആകാശമടക്കമുള്ള എല്ലാ പാതകളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നതിലൂടെ താൻ പുറകിലല്ല, ഇസ്രായേലിനോടൊപ്പമുണ്ട് എന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ടെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ മാറിയുള്ള നാഥൻസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ മേലാണ് ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയതെങ്കിലും ഇറാൻ തിരിച്ചടിച്ചത് മൊസദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും അതോടൊപ്പം തന്നെ ഹൈഫ തുറമുഖത്തെ ഓയിൽ ഫെസിലിറ്റീസിലും ബയോളജിക്കൽ പാർക്കിലും അടക്കമുള്ള മേഖലയിലാണ്. എവിടെയും ഉയരുന്നത് ജനങ്ങളുടെ പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും കാഴ്ചയാണ്. പരിഭ്രാന്തരായി ഓടുകയാണ് ജനങ്ങൾ. ഈ പരിഭ്രാന്തി കാണുമ്പോൾ ചിലരെങ്കിലുമൊക്കെ എഴുതുന്നുണ്ട്, ഗസയിലെ മനുഷ്യർ അനുഭവിക്കുന്ന പരിഭ്രാന്തി ഇവരും അനുഭവിക്കട്ടെ എന്നൊക്കെ. സത്യത്തിൽ ഓരോ രാജ്യത്തിലെയും ജനങ്ങൾ അവർ ആ രാജ്യഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്ക് വിധേയമാക്കപ്പെടുന്നവരോ ഇരയാക്കപ്പെടുന്നവരോ അതിൻ്റെ പേരിൽ മുദ്ര കുത്തപ്പെടുന്നവരോ എന്നുള്ളതിലപ്പുറത്ത് അവിടെയും മനുഷ്യജീവിതങ്ങളാണുള്ളത്. അത് അനുഭവിക്കുന്നതിൻ്റെ ആവേശം ഒരുപക്ഷെ ആ സങ്കടക്കാഴ്ചകൾ കാണുന്നവർക്ക് തോന്നുമെങ്കിലും ആ പ്രയാസവും തുല്യം തന്നെയാണ്. കനത്ത ആക്രമണമാണ് താഡ് സിസ്റ്റം എന്ന് പറയുന്ന ഇസ്രായേൽ അഭിമാനിച്ച ആ വലിയ സംവിധാനത്തിനു മേൽ യഥാർത്ഥത്തിൽ ഇറാൻ നടത്തിയത്. ലോകത്ത് ആദ്യമായാണ് അങ്ങനെ ഒരു സിസ്റ്റം തങ്ങൾ ഉണ്ടാക്കി എന്ന് അവകാശപ്പെട്ടത്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് ആ സിസ്റ്റത്തിൻ്റെ പേര്. അത് ലോകത്തിൽ തങ്ങൾക്ക് മാത്രമാണ് എന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ വെറും ബാലിസ്റ്റിക് മിസൈലിലൂടെ ഇറാൻ അത് തകർത്ത് തരിപ്പണമാക്കിയത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് വന്ന് ഈ കാര്യങ്ങൾ ഓൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇറാൻ യഥാർത്ഥത്തിൽ 1700 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ മൂലം ഇരുവശത്തും കനത്ത നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഇതിനിടയിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ഇരിക്കുന്ന ഇടം തങ്ങൾക്കറിയാമെന്നും അത് വേണ്ടി വരുന്ന സമയത്ത് വേണ്ട രീതിയിൽ തങ്ങളത് കൈകാര്യം ചെയ്യുമെന്നും ഇപ്പോൾ അവിടെ സുരക്ഷിതനാണെന്നും അതുകൊണ്ട് നിരുപാധികം കീഴടങ്ങണമെന്നുമുള്ളതാണ് ട്രംപിൻ്റെ മറുപടി. ഈ പറയുന്ന ലോകരാജ്യങ്ങളാകട്ടെ പിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങൾക്കപ്പുറത്ത് കൃത്യമായ നിലപാടുകളുമായി ആരും മുന്നോട്ട് വരാത്ത സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ വിഷയം വ്യത്യസ്തമായ രീതിയിൽ കത്തിപ്പടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില അടക്കം അതൊക്കെ $150 ബാരലിന് എത്തിച്ചേർന്നാലുള്ള പ്രതിസന്ധി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. വേഗം അവസാനിക്കട്ടെ ഇതെന്ന് തന്നെയാണ് എപ്പോഴും ആഗ്രഹവും പ്രാർത്ഥനയും. അത് ഇറാനിലെയും ഇസ്രായേലിലെയും മാത്രമല്ല, ഇതിനിടയിൽ ക്രൂരമായി കൊന്നുതള്ളപ്പെടുന്ന ഗസയിലെ കുഞ്ഞുങ്ങളുടെയും മനുഷ്യരുടെ കൂടി അവസ്ഥ ചേർത്ത് വെച്ചാണ് പറയുന്നത്.